സി കൃഷ്ണകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനും രംഗത്തെത്തി. സി കൃഷ്ണകുമാർ എന്നെ പഠിപ്പിക്കേണ്ടെന്നും കൃഷ്ണകുമാറിന്റെ ബൂത്തിൽ വോട്ട് കുറഞ്ഞത് പരിശോധിക്കട്ടെ എന്നും എൻ ശിവരാജൻ പറഞ്ഞു. പാലക്കാട്ടെ പ്രഭാരി പി രഘുനാഥിനെയും രൂക്ഷമായി എൻ ശിവരാജൻ വിമർശിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലമൊക്കെ ഇംഗ്ലീഷിലായതിനാൽ ശിവരാജന് വായിച്ച് മനസ്സിലാക്കാൻ കൂടി പറ്റില്ല. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റാണ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. രഘുനാഥിൻ്റെ ബൂത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തിൽ, എൻ്റെ ബൂത്തിൽ 822 വോട്ട് പോൾ ചെയ്തപ്പോൾ 666 വോട്ട് എൻ്റെ പാർട്ടിക്കാണ്. രഘുനാഥിന് പറ്റുമോ? അയാളുടെ ബൂത്തിൽ രഘുനാഥിന് പറ്റുമോ? അയാളുടെ ഉത്തരവാദിത്വമല്ലേ ഇത് ചലിപ്പിക്കേണ്ടത്. അയാൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അയാൾ സാറ് രാജിവെക്കണം. എൻ ശിവരാജന്റെ വിമർശനത്തോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു പി രഘുനാഥിന്റെ മറുപടി. അങ്ങനെ രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം. മോദിജി വന്നിട്ട് പോലും 43,000 വോട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് 40,000-ഓളം വോട്ടുണ്ട്. 1.5% വോട്ട് കുറഞ്ഞതിന് ഇങ്ങനെയൊന്നും അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ പറയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. കാരണം അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രായം അവഗണിച്ചുകൊണ്ട് ഈ പ്രചരണത്തിലൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാട്ടെ തോൽവിയുടെ പേരിൽ ബി.ജെ.പിക്കുള്ളിൽ പോര് മുറുകുന്നതിനിടെ നാളെ സംസ്ഥാന നേതൃയോഗം ചേരുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പാണ് അജണ്ടയെങ്കിലും എ ക്ലാസ് മണ്ഡലത്തിലെ തോൽവി ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദങ്ങളെ തടയുന്നതിൻ്റെ ഭാഗമായാണ് കെ സുരേന്ദ്രൻ്റെ രാജ്യസന്നദ്ധത. നാളത്തെ അവലോകന യോഗത്തിൽ അല്ലെങ്കിൽ നേതൃയോഗത്തിൽ ഇതൊക്കെ ചർച്ചയാകും. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, നാളെ ചേരുന്ന അവലോകന യോഗമല്ല നേതൃയോഗം യഥാർത്ഥത്തിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയക്രമമൊക്കെ ആലോചിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയം കേന്ദ്രീകരിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ പൊട്ടിത്തെറി, വലിയ വിമർശനം, ഏറ്റുമുട്ടൽ ആ യോഗത്തിൽ ഉണ്ടാകാനാണല്ലോ സാധ്യത, അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട വിജയകുമാർ. അതായത് ഈ കെ സുരേന്ദ്രൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന അധ്യക്ഷനായി തുടരും എന്നുള്ളതായിരുന്നു നേരത്തെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പറഞ്ഞിരുന്നത്. ആ തരത്തിലാണ് കാര്യങ്ങൾ പോയതും. ഏതാനും ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരും ചിലർ മാറും എന്നതായിരുന്നു ധാരണ. പക്ഷേ ഇപ്പോൾ ഈ പാലക്കാട്ട് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ എതിർ ക്യാമ്പ് സജീവമായിട്ടുണ്ട്. അതായത് ഈ ഘട്ടത്തിൽ സുരേന്ദ്രനെതിരെ തിരിയുകയാണെങ്കിൽ അത് സുരേന്ദ്രന്റെ പുറത്തേക്കുള്ള പോക്കിനും പുതിയ ആൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനും സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ നാളത്തെ ഈ ഭാരവാഹി യോഗം പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് വേദിയാകും. നാളെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യോഗം വിളിച്ചിട്ടുള്ളതെങ്കിലും അവിടെ നടക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ചർച്ച തന്നെയാകും എന്നുറപ്പാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുരേന്ദ്രന്റെ കാലാവധി ഈ നവംബർ മാസത്തിൽ കഴിയുകയാണ്. നവംബർ-ഡിസംബർ മാസങ്ങളിൽ ബി.ജെ.പി. സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുകയാണ്. ഇത് പരമാവധി ഉപയോഗിക്കാൻ എതിർചേരി ശ്രമിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നിട്ടുള്ളത് വി മുരളീധര പക്ഷം എന്ന പക്ഷം പിളർപ്പിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം വി മുരളീധരൻ പരസ്യമായി കെ സുരേന്ദ്രനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച കാര്യങ്ങൾ കെ സുരേന്ദ്രനോട്, സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കാൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി കഴിഞ്ഞു എന്ന് ചുരുക്കം. മാത്രമല്ല കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ വി മുരളീധരനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനവസരത്തിലുള്ള ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ പി രഘുനാഥ് അവിടെ പാലക്കാട്ട് ഏകോപനത്തിൽ വരുത്തിയ വീഴ്ച, ഇതൊക്കെ പറയുന്നുണ്ട്. ഇന്ന് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. പിറവത്ത് വി മുരളീധരൻ അധ്യക്ഷനായിരുന്നപ്പോൾ 2000 വോട്ട് മാത്രമാണ് കിട്ടിയത്. അന്ന് പക്ഷേ അധ്യക്ഷൻ രാജിവെക്കണം എന്നൊരാവശ്യം ഉയർന്നില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി പറയുന്നുണ്ട്. അതായത് തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വി മുരളീധരനും ഒപ്പം നിൽക്കുന്ന ആളുകളുമുണ്ടോ എന്ന് പോലും കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും കെ സുരേന്ദ്രനെ സംശയിക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ സംഭവബഹുലമായ ദിവസമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. എന്ത് വേണമെങ്കിലും ബി.ജെ.പിയിൽ സംഭവിക്കാം. പൊട്ടിത്തെറികൾ ബി.ജെ.പിയിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം പാലക്കാട്ടെ നഗരസഭാ അംഗങ്ങൾക്കും
അതോടൊപ്പം ശോഭാ സുരേന്ദ്രന് മുകളിൽ ചുമത്താൻ ഔദ്യോഗിക പക്ഷം കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറും അടക്കം ശ്രമിക്കുമ്പോൾ സി കൃഷ്ണകുമാറിന്റെ വീഴ്ചയും അദ്ദേഹത്തെ പിന്തുണച്ച കെ സുരേന്ദ്രന്റെ തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളതുമായിരിക്കും എതിർപക്ഷം അത് ന്യായീകരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നാളത്തെ ഈ യോഗം നിർണായകമാണ്. യെസ്, BJP-യിലെ ആഭ്യന്തര ചർച്ചകൾ, ആഭ്യന്തര നീക്കങ്ങൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. നാളെ നേതൃയോഗമുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പാണ് അജണ്ടയെങ്കിലും പാലക്കാട്ട് ഒരു A ക്ലാസ് മണ്ഡലമെന്ന് BJP സ്വയം വിലയിരുത്തുന്ന ആ മണ്ഡലത്തിലെ വലിയ പരാജയം അത് ചർച്ചയാകും. കെ സുരേന്ദ്രൻ്റെ മേൽ അതിൽ വലിയ വിമർശനം ഉയരും. എന്തായിരിക്കും മറുപടി എന്നതൊക്കെ നോക്കേണ്ടതുണ്ട്. അതിനിടെയാണ് നേരത്തെ വി മുരളീധരനെ പറ്റിയുള്ള കെ സുരേന്ദ്രൻ്റെ പ്രതികരണം കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത്. വളരെ അടുത്ത് വി മുരളീധര പക്ഷത്തെ നേതാവായി കെ സുരേന്ദ്രൻ അറിയപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും രണ്ടു ചേരിയായി മാറിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ആ സൂചന തന്നെയായിരുന്നു പിറവം തെരഞ്ഞെടുപ്പ് പരാജയം ചൂണ്ടിക്കാട്ടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ നടത്തിയ പരാമർശം. അതുകൂടി നമുക്ക് കാണാം. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. യെസ്, വളരെ പ്രധാനപ്പെട്ടതാണ് ആ പരാമർശം. ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായി, മോശമായി എന്ന സൂചനകൾക്കിടെയാണ് ആ പ്രതികരണം വരുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്.